തുടങ്ങിയത് ലാഭമുണ്ടാക്കാനല്ല, അടിസ്ഥാനപരമായിട്ട് അതാണ് ഒരു കാര്യം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്ക് പണത്തോട് യാതൊരു സ്നേഹവുമില്ല. പണം വേണ്ടെന്നല്ല, പണം വേണം നടത്താനുണ്ട്, അത് സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ പണത്തിന് വേണ്ടി അങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഭംഗിയായിട്ട് നടത്തിക്കഴിഞ്ഞാൽ, അതായത് സമൂഹത്തിൽ അംഗീകാരം കിട്ടത്തക്ക രീതിയിൽ ഉന്നത നിലവാരം പുലർത്തി നമ്മൾ വിദ്യാഭ്യാസ പരിപാടി നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചേരും. നമ്മൾ പറയുന്ന ഫീസ് സ്ട്രക്ചറും അവർ അംഗീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ PGDM-ന് വേണ്ട 5.5 to 6 lakhs ഫീ ഉണ്ട് രണ്ട് കൊല്ലത്തേക്ക്. അത് കേരളത്തിലെ സ്റ്റാൻഡേർഡിൽ ഉയർന്ന ഫീയാണ്. പക്ഷേ IML-ഒക്കെ ആണെങ്കിൽ 16 ലക്ഷമൊക്കെയാണ്. 16 lakhs 2 yearsന് കേട്ടോ. അതെ, PGDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല 50 സ്കൂളുകളിൽ 49 എണ്ണം PGDM-ആണ്. അതിൻ്റെ കാരണം ഇക്വലൻ്റാണ്. PGDM MBAക്ക് തുല്യമായിട്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങളുടെ PGDM പാസ്സാകുന്ന കുട്ടികൾക്ക് PhD-ക്ക് പോകാനും MBA യോഗ്യതയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ജോലികൾക്ക് അപേക്ഷിക്കാനും അവർക്ക് കഴിയും. PGDM അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നല്ല മേന്മയുള്ള സിലബസ് വ്യാപകമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ഏറ്റവും നല്ല സിലബസ്, ഏറ്റവും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഇൻഡസ്ട്രിയൽ റെൻ്റ് ആയിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്നത് ഇൻഡസ്ട്രിയിൽ മാനേജറായിട്ട് പോകാനാണ്. അപ്പോൾ അവിടെ ചെന്നാൽ പ്രാഗൽഭ്യം കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നമ്മൾ നൽകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിലബസ് എടുത്തിട്ട് ഒരുപാട് എക്സ്ട്രാ ഇൻപുട്സും ചേർക്കും നമ്മൾ. ഇപ്പോൾ ഈ സിലബസ് എന്ന് വെച്ചാൽ തിയറി പഠിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. തിയറി പഠിപ്പിക്കും, നോ ഡൗട്ട്, പരീക്ഷ പാസ്സാവണമല്ലോ. അത് കൂടാതെ വ്യക്തിത്വ വികസനം എന്ന് പറയും. ഈ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഇല്ല അവർക്ക്. 1-2 കുട്ടികൾ കാണും പേരൻസിന്. അവർ ആരുമായിട്ട് ഇടപഴകാതെ അവരെ ഓൺ ട്രാക്കി വളർത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുത്ത് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാതെ വളർത്തും നമ്മുടെ കുട്ടികളെ. നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ ഈ നമ്മുടെ കോളേജിൽ കേരളത്തിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വരുന്നവൻ അമ്മയും അച്ഛനും അമ്മാവനും ചേട്ടനും ഒരു ആർമിയായിട്ടാണ് വരുന്നത്. അത് ബീഹാറിൽ നിന്നൊക്കെ എങ്ങനെയാണ്, ബീഹാറിൽ നിന്ന് UP നിന്നൊക്കെ വരുന്നത് ഒരു 5-8 പേരാണ് ഒരു കുട്ടിയുടെ കൂടെ വരുന്നത്. അവന് തന്നെ അയക്കാൻ ഭയമാണ്. കഴിഞ്ഞ കൊല്ലം ഹൈദരാബാദിൽ നിന്ന് ഒരു കുട്ടി, MBAക്ക് വന്ന കുട്ടി, PGDM-ന് ചേർന്ന കുട്ടിയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. സാറിന് എന്നെ കാണേണ്ട ഒരാവശ്യം വരത്തില്ല, എൻ്റെ ഇതുമില്ല. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഹി വാണ്ട് ടു ഗോ ബാക്ക്, ഹി വാണ്ട് ടു സീ ഹിസ് മദർ. 22 വയസ്സുള്ള 6 അടി ഹൈറ്റുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അമ്മയെ കാണണം. അത് ഐ എം നോട്ട് ഫൈൻഡിങ് ഫാൾട്ട് വിത്ത് ഹിം. അവൻ്റെ അപ്ബ്രിങ്ങിൻ്റെ കുഴപ്പമാണ്. അത് നമ്മുടെ ഇന്ത്യ മൊത്തമുണ്ട്. ഈ ഫാമിലി പ്ലാനിങ് വന്നിട്ട് 1-2 കുട്ടികൾ എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ പേരൻസിന് വളരെ ആങ്സൈറ്റിയാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ മറ്റത് 5-8-10 ഉള്ളപ്പോൾ പറഞ്ഞിട്ട് ചത്തുപോയാലും ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെയാണല്ലോ പണ്ടൊക്കെ. പണ്ടിപ്പോൾ 10 മക്കളുണ്ടെങ്കിൽ അവസാനം വരുന്ന 4-5 ജീവിക്കുകയുള്ളൂ. അതൊരു ഇഷ്യൂ അല്ലാതെ നടക്കും. പക്ഷേ അതിപ്പോൾ അതൊക്കില്ല. അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ചാൽ ഇനി കൂട്ടിലിട്ട് വളർത്തുക. ബ്രോയിലർ ചിക്കനില്ലേ, അതുപോലെ വളർത്തിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എക്സ്പെർട്സിനെ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്താനും തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാകാനും മറ്റു പലതരത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിനും. ഈ പഴയ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ടീംസാണ് വർക്ക് ചെയ്യുന്നത്. ടീം ലീഡറാകാനുള്ള, ലീഡർഷിപ്പ് കിട്ടാനുള്ള അതിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം പ്രത്യേകമായിട്ട് അത് സിലബസിൻ്റെ ഭാഗമല്ലത്. കൊടുത്തിട്ട് എന്താ അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി അവൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു മാനേജറായിട്ട് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും വരത്തില്ല. അവിടെ സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ഇൻപുട്സ് എക്സ്ട്രാ കൊടുക്കും ഞങ്ങളാണെങ്കിൽ ഇവിടെ ഞങ്ങൾ 7 ഫോറിൻ യൂണിവേഴ്സിറ്റി ടൈപ്പ് ഉണ്ട്. അവിടുന്ന് ഫാക്കൽറ്റി വന്ന് പഠിപ്പിക്കുക. അതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോസർ കിട്ടും കുട്ടികൾക്ക്. ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ഉണ്ടാകും അവർക്ക് മാനേജ്മെൻറ്റിനെ പറ്റിയും ബിസിനസ്സിനെ പറ്റിയും. അതിന് നമ്മൾ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ പൈസ കൊടുക്കും വരാനായിട്ട്. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഏറ്റവും നല്ല മാനേജേഴ്സായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വ്യക്തിത്വ വികാസം അല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പൗരബോധം വളർത്തും. ഈ സിവിക് സെൻസ് നമുക്കിപ്പോൾ ഇല്ല. പണ്ടൊക്കെ സ്കൂളിൽ സിവിക്സ് എന്നൊരു ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് സർ, ഓഫ് കോഴ്സ്. ചെറുപ്പകാലത്ത് പഠിപ്പിക്കേണ്ടതാണ്, ആ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗത്ത് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് പഠിപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ പഠിപ്പിക്കും.
സിവിക് സെൻസ്, ഈഗോ മാനേജ്മെൻറ്റ്. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആളുടെ ഈഗോ ഉണ്ട്, ദുരഭിമാനം കൊണ്ട്. ആ ഈഗോ മാനേജ്മെൻറ്റ്, അങ്ങനെ നമുക്ക് സമൂഹത്തിൽ വിജയിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളുണ്ടല്ലോ, അതിലെല്ലാം നമ്മൾ പരിശീലനം കൊടുത്ത് എല്ലാ തരത്തിലും നന്നാക്കിയാണ് എടുക്കുന്നത്. ഇത് കമ്പനികൾക്കറിയാം. അതുകൊണ്ട് വലിയ കമ്പനികൾ എല്ലാം SCMS വരുന്നതിൻ്റെ കാരണം റിക്രൂട്ട്മെൻറ്റിന് പിന്നെ 10, 50, 60 കമ്പനികൾ വരും. അവസാനം വരുന്നവർക്ക് ആളെ കിട്ടത്തില്ല. അതിൻ്റെ കാരണം നമ്മളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല. ദേ ക്യാൻ ഗെറ്റ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. അതാണ് എൻ്റെ അടിസ്ഥാനപരമായ കാരണം. മത്സരാധിഷ്ഠിത വെല്ലുവിളികളെ നേരിടുന്നതിനാവശ്യമായ വ്യക്തിത്വ പരിശീലന പരിപാടികൾ SCMS ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. വ്യക്തിബന്ധങ്ങൾ, ആശയവിനിമയം, തീരുമാനങ്ങളെടുക്കൽ, വിശകലനശേഷി, ആത്മവിശ്വാസം വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ ദേശീയ തലത്തിൽ പ്രശസ്തരായ പരിശീലകരുടെ സേവനം ഇവിടുത്തെ പ്രത്യേകതയാണ്. വിദ്യാർത്ഥികളുടെ മാനസിക വികാസം ലക്ഷ്യമാക്കിയുള്ള IMLP, വ്യാവസായിക ധാർമ്മികത, പൗരബോധം, ഭാരതീയ സംസ്കൃതി, സാമൂഹ്യ ബാധ്യത തുടങ്ങിയ വിഷയങ്ങളിൽ വേണ്ട അവഗാഹം നൽകി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാനേജർമാരെയാണ് ഇവിടെ നിന്നും സൃഷ്ടിക്കുന്നത്. സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള GPC സാറിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഇൻ്റർവ്യൂവിൻ്റെ 2ാം ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. Flawless victory. Choose your destiny. Flawless. Lifestyle brought to you by 25 years of dedicated service. Josie's, always ahead. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ പോപ്പുലർ ഫൈനാൻസ്. SKP Timbers, ആഴമേറിയ വേരുകൾ പോലെയാകട്ടെ ഇനി നിങ്ങളുടെ ബന്ധങ്ങൾ.